എൻ്റെ ചെറുപ്പം മുതലുള്ളൊരു സ്ലോഗനാണ്, പണ്ഡിറ്റിനെ പോലെ ആരുമില്ല. ഇത് സ്കൂൾ പഠിക്കുന്ന മുതലുള്ള എൻ്റെ ഒരു സ്ലോഗനാണ്. ഞാൻ എന്നെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നവരാണ്, സന്തോഷ് പണ്ഡിറ്റിനെ പോലെ ആരുമില്ല. ഇതൊരു ഇതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് വേണ്ട എന്താണ്, സന്തോഷ് പണ്ഡിറ്റ് വെറൈറ്റി കേട്ടോ. ഇയാളൊരു സംഭവം, ഇയാളൊരു പ്രസ്ഥാനം, ഇയാളെപ്പോലെ മലയാള സിനിമയിൽ ആരുമില്ല. ഇങ്ങനെ പറയിപ്പിക്കണമെങ്കിൽ അച്ഛൻ പറഞ്ഞുകൊണ്ട് ഒരു സെക്കൻഡ് ഹാൻഡ് നടന വെക്കുന്നു, ഞാൻ പൈസ കൊടുക്കുന്നു. ഞാൻ ചോദിക്കും അച്ഛനോട്, അച്ഛോ പൈസയുണ്ടെങ്കിൽ ഏത് പൊട്ടൊരു നിർമ്മാതാവായിക്കൂടെ? ഒരു സംവിധായകനാവാൻ എന്തെങ്കിലും കഴിവാണോ? ഒരു നടനാവാൻ എന്തെങ്കിലും കഴിവാണോ? ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ ഒരു കഴിവാണോ? ഒരു ക്യാമറമാൻ കഴിവ് വേണോ? ഒരു നിർമ്മാതാവിന് എന്ത് കഴിവാണ് സാർ വേണ്ടത്? അച്ഛനും അമ്മയെ കൊടുക്കുന്ന കുറച്ച് പൈസ ആയാലും മതി, പ്രത്യേകിച്ച് കഴിവിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എത്രയോ ഒരാളല്ലേ വരുള്ളൂ. എനിക്ക് സന്തോഷം വേണ്ടിയിട്ട് വെറൈറ്റി വേണം. എനിക്ക് ഉദ്ദേശിക്കുന്നത് ഇതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ 5 lakhs ഒരു പടം ചെയ്യാം. അപ്പം അതിനൊരു ഇതില്ലേ? പറഞ്ഞു, നിന്നെക്കാട്ട് കഴിവുള്ളവന്മാർക്ക് പറ്റിയിട്ടില്ലടാ, പറ്റും തോന്നില്ല എന്ന് പറഞ്ഞാൽ. അപ്പം എനിക്ക് അവിടെ ഇത് കിട്ടിയില്ല. അച്ഛനെ ആ രീതിയിൽ കോൺഫിഡൻസ് ഇല്ല. പിന്നെ പൈസ അല്ല ഇവിടുത്തെ വിഷയം. ഒരു നടനോ അല്ലെങ്കിൽ ഒരു ഗായകനോ മാത്രമേ ജനങ്ങൾ കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യുള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞപ്പോൾ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞാൽ ഇത്രയും സൂപ്പർ ഹിറ്റ് സിനിമ, ആ സിനിമയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഈ കേൾക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഫസ്റ്റ് പോവുക ശോഭന മേഡം, ലാലേട്ടൻ, സുരേഷ് ഗോപി സാറ്, ഫാസിൽ സാറ്. അതൊരു സ്ക്രിപ്റ്റ് എഴുതിയ മധുമുട്ടത്തിൻ്റെ പേര് ഇപ്പോൾ എത്ര ആൾ ഓർത്തിട്ടുണ്ടോ? സാർ ഞാൻ പറഞ്ഞ് തെറ്റുണ്ടോ? അപ്പോൾ അതിൻ്റെ പുറകിൽ നിൽക്കുന്ന പല സോങ് എടുത്തു കഴിഞ്ഞാൽ ആ ഗായകനെക്കുറിച്ച്, മാക്സിമം മ്യൂസിക് ഡയറക്ടർ, അത് എഴുതിയ ആളെക്കുറിച്ച് നമുക്ക് എത്ര പേർക്ക് അറിയാം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ജനങ്ങളെ മുന്നിൽ കിട്ടണമെങ്കിൽ എന്താണ്, ഒരു പാട്ടാണെങ്കിൽ എൻ്റെ ഗായകനാവണം. നിങ്ങൾക്ക് നാട്ടുകാരറിയലാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പ്രധാന പ്രശ്നം അതായിരുന്നു. യെസ്, ഈ പട്ടി പൂച്ച നായ മൂരിയായിട്ടുള്ള ജീവിതമാണല്ലോ. മറ്റേ ഒരു പൂച്ച ചത്തു എന്ന് പറഞ്ഞാൽ ന്യൂസ് വരലില്ല. ഞാനൊരു വട്ടപ്പൂച്ച ചോദിച്ചു കഴിഞ്ഞാൽ ചരമക്കോളത്തിൽ സന്തോഷം വേണ്ടിയിട്ട് മരിച്ചു എന്ന് വരാനില്ല. കാരണം ഞാൻ ഇപ്പോൾ PWDയിൽ അവസാനം ചീഫ് എഞ്ചിനീയർ ആവൂല. ചീഫ് എഞ്ചിനീയർ ആയിട്ട് പിരിഞ്ഞാലും ചീഫ് എഞ്ചിനീയർ അങ്ങനെ വരുള്ളൂ. അപ്പോൾ ജനങ്ങളെ മുന്നിൽ കിട്ടണമെങ്കിൽ ഒന്നുകിൽ നടനാവണം അല്ലെങ്കിൽ ഗായകനാവണം. അതിനാണോ ഈ നാട്ടുകാരുടെ മുമ്പിൽ കോട്ടും സൂട്ടും കണ്ണടയൊക്കെ ഇട്ടിട്ടുള്ളത്? സാർ, അല്ല, ഞാൻ അതിലേക്ക് വരാം. അപ്പം ഞാൻ പറയുന്നത് ഇതിനു വേണ്ടിയാണ് ഞാൻ നായകനാവുന്നത്. അപ്പോൾ ഇനി അതായത് സിനിമ ചെയ്യാൻ പോകുന്ന ഒരു മനുഷ്യൻ സിനിമയല്ല പഠിച്ചത്. സിനിമ ചെയ്യാൻ പോകുന്നവൻ കലയെക്കുറിച്ച് ആലോചിച്ച് ഞാൻ തലമുണ്ടാക്കല്ല ചെയ്തത്. ഞാൻ ആലോചിച്ചത് ജനങ്ങളിലേക്ക് എങ്ങനെ ഒരു കാര്യം എത്താം. എനിക്ക് പൈസയ്ക്ക് വിലയുണ്ട്. അങ്ങനെയാണെന്നല്ല, തെറ്റിദ്ധരിക്കില്ല. അല്ല, ഞാൻ പറയാം, അങ്ങനെയൊക്കെയാണെങ്കിൽ കുറച്ച് പോട്ടെ, ഞാൻ അടുത്ത പ്രാവശ്യം കള്ളക്കടത്ത് നടത്താൻ വിചാരിക്കാം. സന്തോഷം വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് GPF-ഉം മറ്റും കിട്ടുന്ന ചെറിയ പൈസയ്ക്കൊക്കെ പെൻഡിങ് വെച്ചിട്ടാണ് ഞാൻ ഒരു സിനിമ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് സിനിമ പൈസ തിരിച്ചു കിട്ടിയേ പറ്റും. സാറെ ചോദ്യത്തിന് ഉത്തരമാണത്. എനിക്ക് പൈസ തിരിച്ചിട്ടു അറ്റ് എനി കോസ്റ്റ്. അതേസമയം ഞാൻ ആരെയും വേദനിപ്പിക്കുന്നില്ല. ഞാനിപ്പോൾ 10 സിനിമ ചെയ്യുമ്പോൾ അതിൽ ഒരു സീനിൽ പോലും ഞാൻ ആരെയും വേദനിപ്പിക്കുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഈ മുഖവും വെച്ച് ഇവിടെ ആരും അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. എങ്കിലും ഒരു ഗെയിം കളിച്ചു നോക്കാം. സാർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. വെളുത്തവരും കറുത്തവരും തമ്മിലുള്ള സാർ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ.